അതിഥി ചേരുന്നുണ്ട്. മുൻ ഇന്ത്യൻ താരം ശ്രീ VP ഷാജിയാണ് മാതൃഭൂമി ന്യൂസ് വേക്കപ്പ് കേരളത്തിൽ ചേരുന്നത്. ശ്രീ VP ഷാജി, നമസ്കാരം. മാതൃഭൂമി ന്യൂസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കലാശ പോരാട്ടമാണ്. ലോകം ഒന്നാകെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ചർച്ചകളും ഒക്കെ ഇങ്ങനെ പുരോഗമിക്കുകയാണ്. അർജന്റീന സ്പെയിൻ പോരാട്ടത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ് ഓരോരുത്തരെ സംബന്ധിച്ചപ്പോൾ. തുടക്കത്തിൽ തന്നെ എങ്ങനെയായിരിക്കും പ്രതീക്ഷകൾ ഇന്നത്തെ? തീർച്ചയായിട്ടും വളരെ സന്തോഷം. എന്ന് വെച്ചാല് ഇഷ്ടപ്പെട്ട ടീം അർജന്റീനയും സ്പെയിനും ഒക്കെ തന്നെയായിരുന്നു. അപ്പം തുടക്കത്തിൽ അർജന്റീന ഫേവറേറ്റുകൾ അല്ലായിരുന്നെങ്കിലും ഓരോ കളി കഴിയും തോറും മെച്ചപ്പെട്ട് അർജന്റീന ഫൈനലിലെത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ സ്പെയിനും. രണ്ട് ടീമും ഏകദേശം ഒരേ രീതിയിലാണ് ഏകദേശം ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ടിക്കി ടാക്ക സ്റ്റൈലിൽ സ്പെയിനും ലാറ്റിൻ അമേരിക്കൻ ശൈലിയായ കുറിയ പാസുകളും പെട്ടെന്നുള്ള കൗണ്ടർ അറ്റാക്കും ഒക്കെ ആയിട്ടാണ് അർജന്റീന കളിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും വളരെ സന്തോഷത്തോടു കൂടി, ടെൻഷൻ ഇല്ലാതെ, രണ്ടും ഇഷ്ടമുള്ള ടീമുകളാണ്. അപ്പം വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഒരു ഫൈനൽ കാണാൻ സാധിക്കുന്നത് തന്നെയാണ് വലിയൊരു ഭാഗ്യം. മെസ്സിയുടെ തുടർച്ചയായ രണ്ടാം ഫൈനലാണ് ഇത്. അപ്പം സ്പെയിൻ ഏറ്റവും നല്ല മികച്ച ടീമാണ്. വളരെ ടീം ഗെയിം ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ടീം ഗെയിം ഇവിടെ കണ്ടിട്ടുള്ളത് സ്പെയിന്റെ കയ്യിലാണ്, സ്പെയിന്റെ കളികളാണ്. അപ്പം അത് എങ്ങനെ മെസ്സി പൊട്ടിച്ച് പുറത്ത് ചാടുന്നു, അതായിരിക്കും അർജന്റീനയുടെ ഏറ്റവും വലിയ ഭാഗ്യവും കൂടി. അതെ, അതിലാണല്ലോ ശരിക്കും ഇങ്ങനെ കാത്തിരിക്കുന്നത്. ഇപ്പോൾ സ്പെയിന്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ഫ്രാൻസിനെ പരാജയപ്പെടുത്തിയത് അത് മികച്ചൊരു ഗെയിം പ്ലാൻ അവരുടെ കയ്യിലുണ്ടായിരുന്നു. അത്രത്തോളം ശക്തമായ ഒരു ആക്രമണ നിരയെ തകർത്തുകൊണ്ടാണ് സ്പെയിന് മുന്നേറിയത്. ഇപ്പോൾ അർജന്റീനയെ സംബന്ധിച്ചാണെങ്കിലും നമ്മളൊരു ഇപ്പോഴത്തെ ഈ ഒരു ലോകകപ്പിൽ പറയുന്നുണ്ട്, ഒരു 80 മിനിറ്റിന് ശേഷമാണ് അവർക്കൊരു വീറും വാശിയും ഒരു ആവേശവും ഒക്കെ വരുന്നത്. അങ്ങനെ ഒരു ആക്രമണ ശൈലിയിലേക്ക് പോയൊരു ഗോൾ നേടുന്നത് തുടങ്ങി. അത്രയും നേരം ശ്വാസം അടക്കി പിടിച്ച് കാണുന്ന ഒരു മത്സരം എന്നൊക്കെ രീതിയിലാണ് നമ്മൾ ഇത്രയും നാളും കണ്ടത്. പക്ഷേ ഫൈനലിലേക്ക് എത്തുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ തകിടം മറിയുമോ? ആ തരത്തിലുള്ള ഗെയിം പ്ലാനുമായിട്ട് ഇനി സ്പെയിൻ എത്തുമോ? അർജന്റീന എങ്ങനെയായിരിക്കും മറികടക്കാൻ പോകുന്നത്? അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ പഴയതുപോലെ മത്സരമൊക്കെ വരുമോ എന്നുള്ളൊരു ആകാംക്ഷ കൂടി ഉണ്ടാകുമല്ലോ. ഗ്രൗണ്ടിലേക്ക് എത്തുമ്പോഴത്തേക്കും ഈ പ്ലാനുകളൊക്കെ ഒരുപക്ഷെ മാറാനുള്ള സാധ്യത അത് എത്രത്തോളമാണ് ഇരു ടീമുകളെ സംബന്ധിച്ച്? രണ്ടുപേരും ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ അവരുടെ ഏകദേശ പ്ലാനുകളൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നും ആയിരിക്കില്ല ഗ്രൗണ്ടിൽ സംഭവിക്കുന്നത്. ഗ്രൗണ്ടിൽ ആ സമയം നടക്കുന്ന ഗെയിമിനനുസരിച്ച് പ്ലാൻ ആര് മാറ്റുന്നു, അത് മറ്റു ടീമിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിജയം ഉണ്ടാവും. രണ്ടുപേരും, രണ്ട് കോച്ചസും വളരെ തന്ത്രശാലികളായ കോച്ചസ് ആണ്. യമാൽ എന്ന പ്ലെയർ അപ്പുറത്ത് സ്പെയിനിലുണ്ട്, അതുപോലെ തന്നെ ഇപ്പുറത്ത് മെസ്സി ഉണ്ട്. അപ്പൊ ഇവർ രണ്ടുപേരെ കുറിച്ച് പറഞ്ഞത്, സ്കലോണി പറഞ്ഞത് യമാലിന് നമുക്ക് എവിടെയും പൂട്ടിയിടാൻ പറ്റില്ല, പൂട്ടിയിടാൻ പറ്റുന്നത് വീട്ടിനകത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് സ്പെയിനിന്റെ കോച്ച് മെസ്സിയെ കുറിച്ച് പറഞ്ഞത്. ഞങ്ങൾ ഫുൾ ടൈം മെസ്സിയെ നോക്കുന്നില്ല, മെസ്സിയെ അങ്ങനെ കൂടെ തന്നെ നിൽക്കുന്നില്ല എന്നുള്ള ഇതാണ് പറഞ്ഞത്. അപ്പൊ മെസ്സിയെ കളിക്കാൻ സമ്മതിച്ചു കഴിഞ്ഞാൽ അർജന്റീന വേറൊരു രീതിയിലേക്ക് മാറും എന്തായാലും. മെസ്സിക്ക് ഒരു ചെറിയ സ്പേസ്, ഇപ്പൊ നേരത്തെ കോച്ചസ് പറയുന്നത് നമ്മളെക്കാളും ഒരു 10 സെക്കൻഡ് മുന്നെയാണ് മെസ്സി ചിന്തിക്കുന്നത്. അപ്പം ആ ഒരു രീതിയിൽ എന്തായാലും നമുക്ക് എല്ലാവർക്കും ഇത്രയും നാള് നമുക്ക് ഈ നൂറ്റാണ്ടിൽ ജീവിച്ചവർക്ക് നല്ലൊരു ഫൈനൽ ആയിരിക്കും ഇത് എന്തായാലും. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ശ്രീ VP ഷാജി, താങ്കൾ ഒന്ന് തുടരുക. കാരണം നമ്മൾ ഈ പറഞ്ഞു പോകുന്നതിന് ഇടയ്ക്കും ഞങ്ങളുടെ റിപ്പോർട്ടർമാരൊക്കെ ചില ആരാധകർ കൂട്ടത്തിന്റെ ഒക്കെ കൂടെയുണ്ട്. നമുക്ക് അവരിലേക്ക് ഒന്ന് പോയിട്ട് പെട്ടെന്ന് താങ്കളിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ അങ്ങനെ ഒരു കാത്തിരിപ്പിലാണ്. ഒരു മാസത്തിലേറെ നീണ്ടുവന്ന ഫുട്ബോൾ മാമാകമാണല്ലോ. അതിന്റെ പരിസമാപ്തിയിലേക്ക് അടുക്കുമ്പോൾ അങ്ങനെ ആരാധകർ ഓരോരുത്തരും അത്യാവേശത്തിൽ തന്നെയാണ്. നമ്മളിപ്പോൾ ഓരോയിടത്തെ ആവേശമൊക്കെ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. അപ്പോഴല്ലേ അതിന്റെ ഒരു ഹരവും കൂടി മുന്നിലേക്ക് പോകുള്ളൂ. നമ്മളിപ്പോൾ അല്പസമയം മുമ്പ് ഇതിന് മുൻപായിട്ട് പറഞ്ഞു നിർത്തിയത് ഈ മെസ്സിയെ വെച്ചുള്ള ഒരു ഗെയിം പ്ലാൻ അവിടെയാണ് ഇങ്ങനെ പറഞ്ഞു നിർത്തിയത്. അർജന്റീനയുടെ ഏറ്റവും വലിയൊരു ആയുധം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് മെസ്സിയെ വെച്ചിട്ടുള്ള ഒരു പ്ലാൻ തന്നെയാണ്. അപ്പോൾ ഒരു വശത്ത് അത് നിൽക്കും, മറുവശത്ത് ഇപ്പോൾ സ്പെയിനെ സംബന്ധിച്ചായാലും അതിനെ മറികടക്കാനുള്ള പ്ലാനുകളായിട്ട്, പ്രത്യേകിച്ച് ഈ അർജന്റീനയുടെ ഈ ട്രാൻസിഷൻ മൂവ്മെന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണല്ലോ കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതലായിട്ട് പോകുന്നത്. അപ്പോൾ ആ ട്രാൻസിഷൻ അറ്റാക്കുകളൊക്കെ മറികടക്കാൻ പാകത്തിലുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഗെയിം പ്ലാന്റെ ഒരു ചേഞ്ച് ഒക്കെ ഒരുപക്ഷെ ഉറപ്പായിട്ടും സ്പെയിന്റെ ഭാഗത്തുനിന്നും പ്രതീക്ഷിക്കാമല്ലേ? തീർച്ചയായിട്ടും ഇതുവരെ കണ്ട കളിയിൽ അർജന്റീന പുറകിൽ നിന്ന് മുന്നിൽ വന്ന് ജയിച്ച കളികളാണ്. എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും യമാലിനെ പോലെയുള്ളവര് ഇനി വരും കാലങ്ങളിലെ വേൾഡ് ഫുട്ബോൾ ഭരിക്കാൻ പോകുന്ന ചിലപ്പോൾ യമാലായിരിക്കാം ഈ മെസ്സിക്ക് ശേഷം. അതുപോലെ തന്നെ സ്പെയിൻ ആയാലും അർജന്റീന രണ്ടുപേരും ഏകദേശം ഒരേ രീതിയിൽ കളിക്കുന്ന ടീം തന്നെയാണ്. അപ്പം തീർച്ചയായിട്ടും സ്പെയിനിന്റെ ടീം ഗെയിം എങ്ങനെ അർജന്റീനയെ മറികടക്കും എന്നുള്ളതാണ് കുറച്ചുകൂടി എളുപ്പമുണ്ടാവുക. എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി കൂടുതൽ നേരം പന്ത് കൈവശം വെക്കാൻ സാധ്യത സ്പെയിനിന്റെ കയ്യിൽ തന്നെയാണ്. സ്പെയിനിന്റെ ഷോർട്ട് പാസുകൾ വളരെ നല്ല രീതിയിൽ കളിക്കുകയും അതുപോലെ തന്നെ
ലൂസാകുന്ന ബോളുകൾ പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്ത് തിരിച്ചു പിടിക്കുന്ന ശൈലിയാണ് ഇപ്പോൾ സ്പെയിൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ബോള് മെസ്സിയുടെ കാലിൽ വന്നാലും എനിക്ക് തോന്നുന്നത് 2-3 കളിക്കാർ മെസ്സിയെ വലയം ചെയ്തുകൊണ്ട് മെസ്സി അധികം തുറന്നുവിടില്ല എന്നുള്ള തോന്നലാണ് എനിക്കുള്ളത്. ഓക്കെ, അപ്പോൾ അതായത് ഈ പറഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മൾ ഈ കണ്ടതുപോലെ രണ്ട് ജനറേഷൻ തമ്മിലുള്ള കളിയാണ് ശരിക്കും പറഞ്ഞാൽ മെസ്സി യമാൽ. അപ്പം തീർച്ചയായിട്ടും എന്ന് വെച്ചാൽ യമാലിന്റെ വയസ്സ് 19 ആയിട്ടേ ഉള്ളൂ. ഈ മെസ്സി ആണെങ്കിൽ 39 വയസ്സിൽ നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം തന്നെ മെസ്സി അതിനെ കുറിച്ചൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ചെറിയൊരു പ്രായത്തിൽ 5 മാസം പ്രായമുള്ള ആ സമയത്ത് യമാലിനെ ഒക്കെ എടുത്തു നിൽക്കുന്ന ആ ഒരു കാര്യം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ സൂചിപ്പിച്ചു പോയിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അതെ 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 ഞാൻ പറയുന്നത് വെച്ചാല് മെസ്സി എടുത്തു കഴിഞ്ഞാൽ മെസ്സിക്ക് ഒരു കിരീടം കൂടി, അല്ലെങ്കിൽ യമാൽ എടുത്തു കഴിഞ്ഞാൽ യമാലിന്റെ പുതിയ തലമുറക്ക് ഒരു കിരീടം. ഈ രണ്ട് ടീമുകളിലും ബാഴ്സലോണയും അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ പ്ലേയേഴ്സ് ആണ് കൂടുതലുള്ളത്. അപ്പം തമ്മിൽ കളിച്ചുള്ള നല്ല പരിചയമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചുള്ള നല്ല പരിചയമുണ്ട്. അപ്പം തീർച്ചയായിട്ടും വളരെ കരുതലോടുകൂടി തന്നെയായിരിക്കും രണ്ട് ടീമും മുന്നോട്ട് ഇറങ്ങുന്നത്. ആദ്യം തൊട്ട് കുറച്ചുകൂടി രണ്ടുപേരും അവരുടെ സോൺ സേഫാക്കി കളിച്ചുകൊണ്ടായിരിക്കും മുന്നേറാൻ സാധ്യത കൂടുതൽ. എന്തായാലും ഇന്ന് നല്ലൊരു ഫൈനൽ കാണാം. പ്രവചിക്കാൻ എന്തായാലും ഇല്ല. രണ്ട് ടീമും ഒരേ ശൈലിയിൽ ഒരേ നിലവാരത്തിൽ നല്ല രീതിയിൽ പന്തളിക്കുന്ന ടീമുകളാണ്. നല്ലൊരു ഫൈനൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതെ, അപ്പോൾ തീർച്ചയായും താങ്കൾ പറഞ്ഞതുപോലെ തന്നെയാണ്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്കൊന്ന് അവസാനിപ്പിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ലൂസേഴ്സ് ഫൈനൽ മത്സരം അതിപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. ഗോൾ മഴ പെയ്തൊരു മത്സരം. അതിൽ നിന്നും എടുത്തു പറയേണ്ടത് എംബാപ്പയുടെ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഒരു ഗോൾഡൻ ബൂട്ട്, ഗോൾഡൻ ബോൾ, ആ ഒരു വലിയ പുരസ്കാരം തന്നെ നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുന്നതാണ്. മുൻപന്തിയിൽ നിൽക്കുന്നത് ഇപ്പോഴും എംബാപ്പെ തന്നെയാണ്. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റമുണ്ടാവുക ശരിക്കും അങ്ങനെ എന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഇത്രയും നാളും അസിസ്റ്റ് ചെയ്ത് മുന്നിലേക്ക് പോകുന്ന മെസ്സി ആയിരുന്നു. പക്ഷെ അങ്ങനെ ആവരുതല്ല ഇത്തവണ ആ ഒരു നേട്ടത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ. നമുക്ക് ഞാനതാ നേരത്തെ പറഞ്ഞ പ്രവചിക്കാൻ പറ്റില്ല. ഫൈനൽ കഴിയുമ്പോഴേക്കും ചിലപ്പോൾ മെസ്സി ഗോൾ അടിക്കാം. മെസ്സി ഗോൾ ഇപ്പം എംബാപ്പെ 10 ഗോളാണ്, മെസ്സി 8 ഗോളാണ്. അപ്പൊ തീർച്ചയായിട്ടും മെസ്സിക്ക് ഒരു കളി ബാക്കിയുണ്ട്. എംബാപ്പയുടെ കളി കഴിഞ്ഞു. അപ്പൊ മെസ്സി ഈ കളി സ്പെയിനുമായിട്ടുള്ള കളിയിൽ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ എംബാപ്പയോടൊപ്പം എത്താൻ സാധിക്കും. എംബാപ്പെ ഇനിയും വരും വർഷങ്ങളിലും വേൾഡ് കപ്പുകളിൽ തുടരുന്ന ഒരു പ്ലെയർ ആയിരിക്കും. എന്തായാലും 27 വയസ്സേ ആയിട്ടുള്ളൂ. മെസ്സി കരിയറിന്റെ അവസാന ഘട്ടത്തിൽ 39 വയസ്സ്. ചിലപ്പോൾ പ്രതീക്ഷിക്കാം 43-ാമത്തെ വയസ്സിൽ അടുത്ത വേൾഡ് കപ്പ് കളിക്കാം എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റൂല. അപ്പം ആ രീതിയിൽ മെസ്സിക്ക് ഒരു കളി ബാക്കിയുണ്ട്. ഇന്ന് സ്പെയിനുമായിട്ട് കളിച്ച് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ എംബാപ്പയെ മറികടക്കാൻ സാധിക്കും. അതെ, എന്തായാലും നമ്മൾ രണ്ടുപേരും പറഞ്ഞതുപോലെ തന്നെ ഇതെല്ലാം പ്രതീക്ഷകളാണ്. ഒരു മികച്ചൊരു മത്സരത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുന്നത്. വളരെയധികം നന്ദി ശ്രീ VP ഷാജി താങ്കളടുത്ത് ഇത്രയും നേരം സംസാരിച്ചതിന്, ആ പ്രതീക്ഷകൾ ഓരോന്നും പങ്കുവച്ചതിന്.